എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. മാണിയും ജോസഫും രണ്ടും പഴയപടി രണ്ടായി പിരിഞ്ഞ് കേരള കോൺഗ്രസിന്റെ കുപ്രസിദ്ധമായ പിളർപ്പ് സിദ്ധാന്തം മുറുകെ പിടിക്കുമോ? ഇതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ച. കേരള കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും ഒരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ. അത് ആർത്തിയുടെ രാഷ്ട്രീയമാണ്. ഇത്രയും കാലം അച്ഛൻ മാണിയുടെ ആർത്തിയായിരുന്നു പിളർപ്പുകളുടെ ആണിക്കല്ല്. ഇപ്പോൾ ദാ ആ സ്ഥാനത്തേക്ക് മകൻ മാണി നല്ല ഉഷാറായിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. കിട്ടുന്ന സീറ്റെല്ലാം തൻ്റെ കൂട്ടക്കാർക്ക് മതി എന്നാണ് മകൻ മാണിയുടെ ലൈൻ. ജോസഫ് സാറിന് വേസ്റ്റ് വരുന്നത് പോലും കൊടുക്കൂല എന്നുള്ള വാശിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരു പിളർപ്പ് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പിളർപ്പില്ലെങ്കിൽ പിന്നെ എന്ത് കേരള കോൺഗ്രസ്? ഈ വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തു, അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു. അവർ ആലോചിച്ചിട്ട് അതേ സംബന്ധിച്ചിട്ടുള്ള നിലപാട് പറയാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇടിയെല്ലാം കൊള്ളാൻ ചെണ്ടയും പണമെല്ലാം വാങ്ങാൻ ജോസ് കെ മാണിയും എന്ന പരിപാടി ഇനി നടപ്പില്ല. ജോസഫ് സാറ് ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. മാണിയെയും ജോസഫിനെയും തമ്മിൽ തെറ്റിച്ച കോൺഗ്രസ്സുകാരിലാണ് ഇനി ജോസഫിന്റെ പ്രതീക്ഷ. ഇതിൽ ചില സ്ട്രോളിങ് ഉണ്ട്. അവിടെ കോട്ടയത്ത് തോറ്റാൽ ഞങ്ങൾ അങ്ങനെ ഒരാളോട് ഞാൻ സംസാരിച്ചിട്ടില്ല. എല്ലാ സീറ്റും ജയിക്കുന്നതിനെ പറ്റി മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ, കോട്ടയം ഉൾപ്പെടെ. അത് തോക്കുന്നതിന് ഉത്തരവാദിത്വമില്ല, അങ്ങനെ കാര്യം വേണ്ടിയിട്ടേ ഇല്ല. അതുകൊണ്ട് ഐക്യജനാധിപത്യത്തിനോട് എല്ലാ സീറ്റും ജയിക്കുന്നതിനെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ജോസ് കെ മാണി കോൺഗ്രസിന്റെ നേതാവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. യൂത്തന്മാർക്കൊന്നും ഈ ജോസ് മോനെ അത്ര കണ്ടുകൂടാ എന്നാണ് അറിവ്. മാണി കോൺഗ്രസ്സുകാരുടെ ഗർജിക്കുന്ന യുവ പോരാളിയായ സജി മഞ്ഞക്കടമ്പൻ പോലും പിന്തുണ കൊടുക്കുന്നത് ജോസഫ് സാറിനാണ്. അത് ജോസഫിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഏതായാലും പിന്നെയോ ജോസ് മോനോടുള്ള വിരോധം കൊണ്ടാണ്. അല്ല, അത് ഞാൻ ചാഴികാരനെ ആക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്നെ ആക്കണം എന്ന് പറഞ്ഞ് ഞാൻ പാർട്ടിക്ക് എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് പാർട്ടിക്ക് ഞങ്ങൾ യൂത്ത് ഫണ്ടിൻ്റെ 14 ജില്ലാ പ്രസിഡന്റുമാരെ ഒപ്പിട്ട കത്ത് ബഹുമാനപ്പെട്ട ചെയർമാനും വർക്കിംഗ് ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും വൈസ് ചെയർമാനും MLA മാർക്ക് കൊടുത്തിരുന്നു. അവരത് പരിഗണിച്ചപ്പോൾ എന്നേക്കാൾ മിടുക്കൻ ആയ ചാഴികാരനാണെന്നാണ് അവരുടെ നിഗമനം. അവർ ചാഴികാരന് സീറ്റ് കൊടുത്തു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഇതിനിടയ്ക്ക് കോട്ടയം സീറ്റിൽ നമ്മുടെ മഞ്ഞക്കടമ്പനും ഒരു നോട്ടമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മാണിയും ജോസഫും പുര നിറഞ്ഞു നിൽക്കുമ്പോഴാണ് യൂത്തന്മാർക്ക് സീറ്റ് കൊടുക്കുന്നത്. ഇനി മാണിക്കും ജോസഫിനും വേണ്ടെങ്കിൽ ആ സീറ്റ് ഇങ്ങ് തന്നേക്കണേ എന്നാണ് മഞ്ഞക്കടമ്പൻ പറഞ്ഞത്. അത് പക്ഷേ ചാഴിക്കാടന് കൊടുക്കും എന്ന് മഞ്ഞക്കടമ്പൻ സ്വപ്നേവി നിരീക്ഷിച്ചതല്ല. ജോസഫ് സാർ ആവശ്യം ഉന്നയിച്ചു. ഞാൻ ജോസഫ് സാറിന് മിടുക്ക് കൂടുതലുണ്ടെന്നോ കുറവുണ്ടെന്നോ ചാഴികാടന് മിടുക്കില്ലെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ PJ ജോസഫ് സാറ്, ഞാൻ യൂത്ത് ഫണ്ട് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നത്, മാണി സാറിനെ പോലെയോ PJ ജോസഫ് സാറിനെ പോലെയുള്ള സീനിയർ നേതാക്കന്മാർ സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് ഫണ്ട് ക്ലെയിം ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാണി സാറിനും PJ ജോസഫ് സാറിനൊക്കെ അത് വേറെ കൊടുത്തത്. അപ്പോൾ PJ ജോസഫ് സാറ് സീറ്റ് ആവശ്യപ്പെട്ട് ഞങ്ങൾ യൂത്ത് ഫണ്ട് അഭിപ്രായം പറഞ്ഞിരുന്നു, എന്ത് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തുകൊണ്ടും പാർട്ടിയിൽ ഒരു ഭിന്നിപ്പുണ്ടാവാതിരിക്കണം, അത് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യണം. അത് PJ ജോസഫ് സാറിന് സീറ്റ് കൊടുത്താണെങ്കിൽ കൊടുക്കണം എന്നുള്ളതിൽ ഞങ്ങൾ യൂത്ത് ഫണ്ട് അഭിപ്രായം പറഞ്ഞു തന്നെയാണ്. മണ്ഡലം മാറിയാലും സ്ഥാനാർത്ഥി മാറാതിരുന്നാൽ മതി എന്നാണ് മഞ്ഞക്കടമ്പന്റെ അഭിപ്രായം. മണ്ഡലം മാറി മത്സരിക്കുന്നതും MLA മാർ മത്സരിക്കുന്നതും ഒക്കെ നിത്യസംഭവങ്ങളാണ്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം. ഇപ്പം പാലായിൽ നിന്നുള്ള ഒരാൾ ഇടുക്കി മത്സരിക്കണമെന്ന് പാർട്ടി ചെയർമാൻ തീരുമാനിച്ചാൽ അവിടെ മത്സരിക്കും. അത് മത്സരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട മത്സരിച്ചിട്ടുണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. അത് ഇവിടെ എനിക്കറിയില്ല. മാണി സാറ് എനിക്ക് ഏതായാലും PJ ജോസഫ് സാറിന് സീറ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിനകത്ത് ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ പാർട്ടിയുടെ ജില്ലാ ഘടകം പറഞ്ഞെന്നാണ് എനിക്ക് പറയുന്നത്, ജില്ലാ പ്രസിഡന്റ് പറഞ്ഞാൽ അങ്ങനെയുള്ള ചില ആളുകളൊക്കെ കൂടി ചേർന്ന് മാണി സാറിനോട് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ മാണി സാർ തന്നെ പറഞ്ഞല്ലോ, എനിക്ക് നിവൃത്തിയില്ലാതെ ഞാൻ ചെയ്തു പോയതാണ്, പാർട്ടിയുടെ പ്രവർത്തകരെ സമ്മർദ്ദം മൂലം ചെയ്തതെന്ന് മാണി സാർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ PJ ജോസഫ് സാറിന് കൊടുക്കാനും മാണി സാർ തന്നതമായിരുന്നു, പാർട്ടിയിൽ ഒരു പിളപ്പുണ്ടാവരുന്നു മാണി സാറും PJ ജോസഫ് സാറും ആഗ്രഹിച്ചു. പക്ഷെ അത് ചിലരൊക്കെ കയർന്ന് അട്ടിമറിച്ചു. അതാരാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. ജോസ് കെ മാണിയുടെ പിടിവാശി ഒന്നു മാത്രമാണത്രേ പാവം ജോസഫ് സാറിന്റെ ഈ സീറ്റ് തട്ടിപ്പറിക്കലിന് പിന്നിൽ. കുടുംബത്തിന് പുറത്തേക്ക് അധികാര കസേര പോകുന്നത് ജോസ് മോന് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. മാണി കോൺഗ്രസ് എന്ന പേര് മാറ്റി ജോസ് മോൻ കോൺഗ്രസ് എന്നാക്കാൻ വലിയ താമസം വേണ്ട. കേരള കോൺഗ്രസ് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അവിടെ എടുത്ത അഭിപ്രായങ്ങളും അതിനുശേഷം മുഴുവൻ ഘടകങ്ങളും എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ അന്ന് അവിടെ ആവശ്യപ്പെട്ടതനുസരിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഘടകങ്ങൾ അവിടെയുള്ള നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് വളരെ ജനാധിപത്യപരമായി എടുത്ത തീരുമാനമാണ്. ചുറ്റും പോയി വഴിയാധാരമായ PJ ജോസഫിന്
ഇനി അങ്ങോട്ട് ഭാവി ഇരുളടഞ്ഞു പോയി എന്ന് കരുതണ്ട. ജോസഫിന് പറ്റിയ ജോലി നമ്മുടെ PC കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ജോസഫിനെ പറ്റി ഒരു കാര്യം ഞാൻ പറയാം. അങ്ങേർക്ക് ഇനി 2 വഴിയേ ഉള്ളൂ. ഒന്ന്, രാഷ്ട്രീയം നിർത്തി പശുവിനെയൊക്കെ കറന്ന് അവിടെ കൃഷിയൊക്കെ നോക്കി മാന്യമായ ഒരു ജീവിതം. അതല്ല, രാഷ്ട്രീയത്തിൽ നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ പ്രതികരിക്കാനുള്ള ആർജവം കാണിക്കണം. മാണിയുടെ അടിമയായി മാറിയ ജോസഫിന്റെ മനസ്സിൽ എനിക്ക് അമർഷമുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ജോസഫ് സാറ് ഒന്ന് സമ്മതം മൂളുകയേ വേണ്ടു. ആ ഇടത് മുന്നണിക്കാർ പൊന്നുപോലെ നോക്കാൻ തയ്യാറാണ്. ഇപ്പൊ വന്നാ വന്നു. കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് കേരള കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നും ഉള്ള കാര്യമല്ല. PJ ജോസഫിനെ പോലുള്ള ഒരു സമന്നതരായ നേതാവിന്, കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റിന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടൊരു സീറ്റ് കിട്ടിയില്ല എന്നുള്ളത് PJ ജോസഫിന് ആ പാർട്ടിയുടെ യാതൊരുവിധ സ്വാധീനവുമില്ല എന്ന് തെളിയിച്ചു. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പരസ്യമായിട്ട് നിലപാട് സ്വീകരിച്ച് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ ഇനിയും ഈ മാണിയുടെ കൂടെ തുടരണമോ എന്ന് PJ ജോസഫാണ് തീരുമാനിക്കേണ്ടത്. നാണം കിട്ടാ പാർട്ടി തുടരാനാണ് ഉദ്ദേശിക്കുന്നത്, തുടരട്ടെ. മഴ പെയ്യുന്നതിന് മുമ്പേ കുട പിടിക്കേണ്ട കാര്യമില്ലല്ലോ. സുവർണാവസരം പിള്ളസാറും കൂട്ടരും ആകെ കലിപ്പിലാണ്. ശബരിമലയിൽ എന്തുമാത്രം അടികൊണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കിയുമാണ് ഒരു സുവർണാവസരം ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറയുന്നു ശബരിമല പറഞ്ഞ് വോട്ട് പിടിക്കരുത് എന്ന്. വല്ലാത്ത ചെയ്ത്തായിപ്പോയി. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയെ കാണാൻ പിള്ളസാറും കൂട്ടരും പോയി. ഓഫീസിലെത്തിയപ്പോൾ തന്നെ നേതാക്കന്മാർക്ക് ഇരിക്കാൻ കസേരയുണ്ടോ? തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് എന്ത് സുവർണാവസരം പിള്ള? വിളിച്ചപ്പോൾ കറക്റ്റ് ടൈമിന് മാത്രമേ വരാവുള്ളൂ. 4 മിനിറ്റ് മുമ്പ് വന്നു. കാരണം ഈ വരുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാരെല്ലാം നിങ്ങളുടെ കയ്യിലെ സെർവൻസ് അല്ല. അത് നിങ്ങൾ അറിയില്ലല്ലോ. ഇല്ലല്ലോ, ഇവിടെ വന്ന് നിങ്ങൾ കാവൽ നിൽക്കുക, ഇവരുടെ മുമ്പിൽ ഇൻസൾട്ട് ആവുക ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ തൂക്കിക്കൊള്ളാൻ അധികാരമൊന്നുമില്ല. അണ്ടർ സിസ്റ്റം ഓഫ് ലോ. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. their approach is not proper. 11 മണിക്ക് വരാൻ പറഞ്ഞിട്ട് പിള്ളസാറും കൂട്ടരും കലിപ്പ് സഹിക്കാൻ കഴിയാത്തത് കാരണം അരമണിക്കൂർ നേരത്തെ വന്നു. കാലിനടിയിൽ തീയല്ലേ? എന്നിട്ട് കലിപ്പെല്ലാം തീർത്തത് തെരഞ്ഞെടുപ്പ് ഓഫീസറോട്. അദ്ദേഹം വിടുമോ? കണക്കിന് കൊടുത്തു. I have no courtesy to wait. You think that you are the proper person? Maybe. You should realize that political parties. Behave properly. Nobody is there. All political parties. You ask your subordinates. You are chair. There are chairs. You sit down there. Don't get angry. Not angry, sir. We have got our conference hall. എവിടെയെങ്കിലും തുറന്നു തരാനുള്ള മര്യാദയുണ്ട്, സാമാന്യ മര്യാദ. Don't throw your weight here. Please be polite. Be civilized. You are dealing with the chief electoral officer. We all know about your subordinates. We are not your subordinates. We will. I am not saying you are my subordinate. Good to know that you are my subordinate. All political leaders. When you come to my office, there is a courtesy. സബോർഡിനേറ്റ്സിനെ കൊണ്ടെങ്കിലും You are coming shouting like a rowdy, you know. This is not the way. That's fit for you. Why do you come in my office shouting at me? You have no right to shout at me. At least a courtesy. What courtesy? What courtesy? To accept I am the boss right now. I will show you. I am the boss right now. You are not Let the me boss. see. Let You me are see. not the boss. I have seen people like you many times. Don't go through your best. ഞങ്ങളുടെ ബോസൊന്നുമല്ല. This is not the way. ഞങ്ങളുടെ ബോസൊന്നുമല്ല. ഇലക്ഷൻ കമ്മീഷൻ സാർ ഭരണഘടനാപരമായ ഒരു പദവിയിലിരിക്കുന്നു. ഞങ്ങളുടെ ബോസല്ല. This is not the way to enter in my office. അത് നിങ്ങൾ സാറിന്റെ സബോർഡിനേറ്റോട് പറയണം. വരുന്ന ആളുകളെ ഒരു എത്രയോ ഹാളുണ്ട് സാർ. ഒന്ന് ഇരിക്കാൻ തുറന്നു കൊടുക്കല്ലോ. എത്രയോ ഹാൾ സാറിനെ വിളിക്കണ്ടല്ലോ. ഇവിടെ എത്രയോ ഹാളുണ്ടല്ലോ കോൺഫറൻസ് ഹാളുണ്ടല്ലോ. ഞങ്ങൾക്ക് വന്നാലോ 5 മിനിറ്റ് മുന്നേ വന്നു. 5 മിനിറ്റ് മുന്നേ വന്നോളിയാണ്. Listen, we don't have even a single room in this complex. We are depending on the speaker's mercy here. You forget about it. Even we are under threat to vacate this office. You forget about it. To provide you extra office. You know my limitations.
We don't have spare rooms here. 2 മിനിറ്റ് മുന്നേ വന്നു, ഞങ്ങൾ അവിടെ വന്ന് No, he is shouting and correct. ഷൗട്ടിംഗ് അല്ല, കാര്യം പറഞ്ഞു. Humiliating me. This is not the way he is a responsible person. ഞാൻ വേണേൽ പാർട്ടി പ്രസിഡന്റ് ആയിക്കോളാം, എന്നാൽ എന്നെ കൊന്നാലും സ്ഥാനാർത്ഥിയാക്കല്ലേ എന്ന് കരഞ്ഞു പറഞ്ഞിട്ടാണത്രേ മുല്ലപ്പള്ളിജിയെ KPCC പ്രസിഡന്റാക്കിയത്. അല്ല, വടകരയിൽ P ജയരാജനായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് ഈ മുല്ലപ്പള്ളിജി പണ്ടേ മനസ്സിലാക്കിയോ? നിങ്ങളത് പറയരുത്. ഞാൻ ഇന്ന് പറഞ്ഞല്ല, ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് എത്രയോ മുമ്പ് ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ തന്നെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എൻ്റെ പ്രഖ്യാപനം നടത്തിയതാണ്. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെയും അഖിലേന്ത്യാ കോൺഗ്രസ് പാർട്ടിയൊക്കെ തന്നെ ഞാൻ ഇത് അറിയിച്ചാണ്. അത്തരം ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി ഞാൻ ഏറ്റെടുത്തത്. നിങ്ങൾ വെറുതെ മുല്ലപ്പള്ളിജിയെ തെറ്റിദ്ധരിക്കരുത്. മുല്ലപ്പള്ളിജി ജയരാജനെ പേടിച്ചിട്ടൊന്നുമല്ല. ആ ജയരാജൻ പാവം ഒന്ന് ജയിച്ചു പോയിക്കോട്ടെ എന്ന് കരുതി ഒന്ന് മാറിക്കൊടുത്തതാണ്, അത്രയേ ഉള്ളൂ. പിന്നെ രസമുണ്ട്, ഇത് നിങ്ങളോട് എന്നോട് ചോദിക്കുക, നിങ്ങൾ ഒളിച്ചുകൂടാന്നുള്ള കാര്യമില്ല. എനിക്ക് സത്യത്തിൽ ജയരാജൻ്റെ അകത്ത് മത്സരിക്കാത്തതിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. എനിക്ക് നല്ലൊരു കാൻഡിഡേറ്റിനാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിനായിട്ട് മത്സരിക്കണമായിരുന്നു. വലിയ സന്തോഷം എനിക്കുണ്ട് മത്സരിക്കാനായിട്ട്. ഈ സാഹചര്യം വെച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് മത്സരിക്കാത്ത, അല്ലെങ്കിൽ വളരെ ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടി. മുല്ലപ്പള്ളിജി മത്സരിക്കുന്നില്ലെങ്കിലും ആ KCയെ കൊണ്ട് മത്സരിപ്പിച്ച് തോൽപ്പിക്കണമെന്നാണ് ടിയാന്റെ ആഗ്രഹം. KCക്ക് ആലപ്പുഴയിൽ മത്സരിക്കാൻ പേടിയാണെങ്കിൽ വയനാട് മത്സരിച്ചോട്ടെ എന്നാണ് നേതാക്കൾ പറയുന്നത്. പറഞ്ഞതിന് നിങ്ങൾ എഴുതാപ്പുറം വായിച്ചിരിക്കുന്നു, അത് ശരിയല്ല. ഞാൻ ഉദ്ദേശിച്ചത് KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിച്ചാൽ തന്നെ ഞങ്ങൾക്ക് ബെസ്റ്റ് അവൈലബിൾ കാൻഡിഡേറ്റാണ്. അദ്ദേഹം നല്ല വോട്ടുകൾക്ക് ജയിക്കും. അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ നിയോജകമണ്ഡലത്തിൽ നിന്ന് ആളുകളൊക്കെ തന്നെ എന്നെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ മിസ്റ്റർ KC വേണുഗോപാൽ. കോൺഗ്രസിനും ഐക്യജനാധിപത്യ കക്ഷികൾക്ക് മാത്രമല്ല, BJPക്കും കോൺഗ്രസിനും മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണി കൊടുത്തത്. പൂഞ്ഞാറിലെ PCക്ക് പോലും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നു. അയ്യപ്പസ്വാമിയുടെ പേരിൽ പൂഞ്ഞാറുകാരുടെ 4 വോട്ട് വാങ്ങിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ PCയുടെ തനിക്കുണം ആരായാലും അറിയും. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആരും മിണ്ടാൻ പാടില്ലെന്ന് പറയാം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. പിന്നെ ടീക്കാറാണ് മീണിങ്. എന്നാൽ പിന്നെ ബിംബങ്ങളെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയാൽ പോരെ? ആരും മിണ്ടണ്ടല്ലോ. 2 ബിംബങ്ങളെ സ്ഥാനാർത്ഥിയാക്കുക, അത് ജനങ്ങളെ കാണിക്കുക, വോട്ട് ചെയ്യുക. എന്ത് എളുപ്പമുണ്ട്? ശബരിമല പ്രശ്നം മിണ്ടാൻ പാടില്ലെന്ന്. ശബരിമല പ്രശ്നം ശക്തമായി പ്രസംഗിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുമെന്ന് അറിയണമെന്ന് എനിക്ക് പ്ലാനുണ്ട്. ഇലക്ഷൻ കമ്മീഷനാണോ നിശ്ചയിക്കുന്നത് എന്ത് പറയണം പറയേണ്ടെന്ന്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നുകൊണ്ട് പെരുമാറ്റച്ചട്ടം എന്ന പേരിൽ ജനാധിപത്യ മര്യാദകളെ അതിലംഘിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇറങ്ങിത്തിരിക്കുന്നത് വളരെ മോശമായ നിലപാടാണെന്ന് പരസ്യത്തിൽ തന്നെ പറയുന്നു. അല്ല, PC എന്തിനാണാവോ ഇപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്? ഒരു MP ആകുക എന്നുള്ള ആഗ്രഹമല്ല അതിനകത്ത്. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ അത് എൻ്റെ നിയോജകങ്ങളിലാണ്. ജനം വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്, അത് ഞാൻ കാണുന്നുണ്ട്. ജനം വോട്ട് ചെയ്യാൻ തയ്യാറാണ്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയും. ആട്ടെ, ഈ ജോസഫിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ PC? എന്താ ഇപ്പോൾ ഒരു പോംവഴി? അതല്ല, രാഷ്ട്രീയത്തിൽ നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നെങ്കിൽ പ്രതികരിക്കാനുള്ള ആർജവം കാണിക്കണം. മാണിയുടെ അടിമയായി മാറിയ ജോസഫിൻ്റെ മനസ്സിൽ എനിക്ക് അമർഷമുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആന്റണി രാജു ഉൾപ്പെടെ PC ജോർജ് ഉൾപ്പെടെ എല്ലാവരെയും മാണി ഓരോന്നോരോന്നായി മകന് വേണ്ടി കൊന്നൊടുക്കിയപ്പോൾ ജോസഫ് ചിരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. മനസ്സിലായോ? പ്രതികരിച്ചില്ല. ഇപ്പോൾ കൈ കാലുവിട്ട് അടിക്കുക, അയ്യോ അയ്യോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ കൊടയായത്. മാണിയുടെ കൂട്ടത്തിൽ കൂടിയപ്പോഴേ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന്. അത് പറഞ്ഞവനാണ് ഞാനെന്നറിയാവുന്നതുകൊണ്ട് മാണി ആദ്യം എൻ്റെ കഴുത്ത് വെട്ടാൻ നോക്കിയത്. ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അവിടെ നിന്ന് ചാടിയത് കൊണ്ട്. ആന്റണി രാജു ഒക്കെ ചാടി രക്ഷപ്പെട്ടു. ജോസഫ് എന്നിട്ട് ഈ മാണിയുടെ പുറകെ കിടക്കുകയായിരുന്നു. PC കൊച്ചുചെറുക്കൻ എന്ന് വിളിച്ച് കളിയാക്കിയ ആ ജോസ്മോൻ അല്ലയോ ഇപ്പോൾ പാർട്ടി? മാണി സാറിന്റെ പവറെല്ലാം പോയില്ലയോ? കിട്ടേണ്ട സമയത്ത് മാണി കിട്ടി. മാണി ഇപ്പം നിങ്ങളറിയാവോ? ഇപ്പം മാണി ഒന്നുമല്ല. മാണി നമ്മുടെ മകൻ്റെ പ്രഖ്യാപനം ഇത് മുഴുവൻ മകൻ ജോസ് കെ മാണിയുടെ ജോലിയാണ്. ആ ചെറുക്കന് ഇത് വല്ലതും അറിയാവും. അവനെ ചെറുക്കൻ എന്ന് വിളിച്ചതുള്ള മാണിക്ക് എന്നോടുള്ള വണക്കം. ഞാൻ ഇപ്പോഴും ചെറുക്കാൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അവനെ ഞാൻ കാണുന്നില്ല. PCയേക്കാൾ നന്നായി തെറി വിളിക്കാൻ അറിയാവുന്ന പലരും മാണി കോൺഗ്രസിൽ ഉണ്ടത്രേ. മീറ്റിങ്ങിൽ വെച്ച് ജോസഫിനെ അവരത് വിളിച്ച കാര്യം PC അറിഞ്ഞിട്ടുണ്ട്. ജോസഫിനെ പോലൊരു നേതാവും മാന്യമായിട്ട് ചെയർമാൻ പറ്റുകയില്ല, ആരോഗ്യമില്ല. സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മാണിത്, മാണിയല്ല ഇത്. കേരള കോൺഗ്രസ് എമ്മാണെങ്കിൽ ചെയ്യേണ്ടത് എന്താ? വർക്കിംഗ് ചെയർമാൻ ആവശ്യപ്പെട്ട വർക്കിംഗ് ചെയർമാന് സീറ്റ് കൊടുക്കണം. അതിന് പകരം അവിടെ ഹൈപ്പവർ കമ്മിറ്റി കൂടി. ഹൈപ്പവർ കമ്മിറ്റി വോട്ട് ചെയ്താൽ ജോസഫിന് ഭൂരിപക്ഷം വോട്ട് വേണ്ടാന്ന് പറഞ്ഞു. 4 പേര് മാണിയുടെ ആളുകൾ ജോസഫിനെ അവിടെ വെച്ച് തന്തയ്ക്ക് വിളിച്ചു. അതാ രസം. ആ കമ്മിറ്റി അപ്പോഴേക്കും
ബാക്കിയെല്ലാം ജോസഫിന് അനുകൂലമാണ്. മതിയെന്ന് കൈ ഉയർത്തി കാണിച്ച് കേമൻ. അപ്പോൾ ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. വീണ്ടും അടുത്ത ദിവസം കണ്ടുമുട്ടാം. നമസ്കാരം.